All the best for your dream project, Mr. Dixon. ദിലീപും ഈ പറയുന്ന പൾസർ സുനിയും തമ്മിൽ വലിയ ബന്ധമായിരുന്നു. അവർ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്നുള്ളതാണല്ലോ സമയം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ. എല്ലാവർക്കും നമസ്കാരം. ജംഗ്ലി റമ്മിയുടെ കാര്യത്തില് തീരുമാനമാവുമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കൂടിയോ എന്തൊക്കെയോ വശപ്പശകൾ കുത്തിക്കറങ്ങി വരുന്നുമുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും അതിജീവിത ഇന്നലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വിധിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതാദ്യം ഒന്ന് വായിക്കാം. അതിനുശേഷം മഞ്ജു വാര്യർ പറയുന്ന കാര്യങ്ങളുണ്ട്, അതും വായിക്കാം. അതിനുശേഷം വേറെ കുറച്ച് കാര്യങ്ങൾ വിത്ത് എവിഡൻസ് നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്. അതും കൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞാൽ മാത്രം ഇവിടെ ആരാണ് കുറ്റക്കാരെന്ന് വരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഊഹിച്ച് എടുത്ത് പൂരിപ്പിക്കാൻ പറ്റും. ആ ലെവലിൽ സംഭവങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും പോകുന്നുണ്ട്. എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് ആദ്യം അതിജീവിതയുടെ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഡിസംബർ 12, 2025, 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ. ഞാൻ ഒരു കാര്യം സീരിയസ്ലി പറയാം. ഈ അതിജീവിതയുടെ മാനസികാവസ്ഥ സീരിയസ്ലി വളരെയധികം നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. ആ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ, ഒരു സ്ത്രീകൾക്കും വരാതിരിക്കട്ടെ. അവർ കടന്നുപോയ ആ ഒരു മാനസികാവസ്ഥ. സത്യം പറഞ്ഞാൽ കോടതി വിധിയിൽ തൃപ്തനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോടതി വിധിയെ മാനിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ തൃപ്തനല്ല. അതിന്റെ റീസൺ, ഇത്രയും തന്തയില്ലാത്ത ചെറ്റത്തനം ചെയ്ത നാറികളെ ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ശിക്ഷിച്ചു. അതും പൾസർ സുനി എന്ന് പറയുന്ന ചെറ്റെ അവൻ നേരത്തെ 7 വർഷം കിടന്നൊന്നും കൂടി അതും കൂടി ഇതിൽ കുറച്ച് ഡിസ്കൗണ്ട് ഇട്ട് അവന് കൊടുത്ത്. എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. ഞാൻ ഇപ്പോഴും പറയും, എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. ഇത്രയും ചെറ്റ പരിപാടി ചെയ്ത ഇവനെയൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലത്തെ ചെറ്റകളുടെ എണ്ണങ്ങൾ കൂടിക്കൂടി വരുന്നത്. ഇവിടെ ഒരു വക്കീൽ വാദിക്കാനുമുണ്ട്. ആ വക്കീലിന് കുറെ പൈസ എറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് ചിലപ്പോൾ വാദിപ്പിച്ച് ജയിപ്പിച്ച് അങ്ങ് എടുക്കും. അത് വേറൊരു സത്യം. അപ്പോൾ ചോദിക്കും ദിലീപിന്റെ കേസിലും അങ്ങനെയല്ലെന്ന്. ദിലീപിന്റെ കേസിൽ കോടതിയിൽ തെളിവുകൾ കിട്ടിയില്ലേ? തെളിവുകൾ അവിടെ ഇല്ല. എന്തെങ്കിലും തെളിവ് ദിലീപിന് ഇതിൽ പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു തെളിവും കിട്ടാത്തത് കൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത്. അതാദ്യം മനസ്സിലാക്കുക. അല്ലാണ്ട് ദിലീപിനെ പിടിച്ചില്ല, ദിലീപിനെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കേണ്ടത് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ പറയുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കാം. കോടതിയിൽ അതിൻ്റെതായ തെളിവുകളാണ് ആവശ്യം. അതവിടെ കിട്ടിയിട്ടില്ല. അതുപോലെ ഈ ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്താണ് എനിക്ക് പറയുന്നത്, ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് തെളിവ് സഹിതം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും വലിച്ചു ഒട്ടിക്കും. അല്ലാണ്ട് എല്ലാം ദിലീപിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ യഥാർത്ഥ പ്രതികളാണ് രക്ഷപ്പെടുന്നത്. അതാദ്യം ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും കേട്ടോ. എനിക്ക് അത്രയും പറയണമെന്ന് തോന്നി. എന്തായാലും അതിജീവിതയുടെ പോസ്റ്റിന്റെ ബാക്കി ഒന്ന് വായിക്കാം. അവസാനം എന്നോണം വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. അതായത് ഈ കേസ് ഈ അതിജീവിതം ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണ്, കള്ളക്കേസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഒരു തിരിച്ചടിയായിട്ട് തന്നെയാണ് അതിജീവിത ഈ ഒരു വിധിയെ സമർപ്പിക്കുന്നത്. സീരിയസ്ലി ഒരിക്കലും അതിജീവിതയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് പറയുന്ന വിഡ്ഢികളെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയത്തില്ല. കാരണം അവർക്ക് നീതി ലഭിക്കണം. സത്യസന്ധമായ നീതി അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇതിന്റെ പിന്നിൽ നല്ല ഒന്നാം തരം ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും യഥാർത്ഥ പ്രതി എവിടെയോ മറഞ്ഞിരിപ്പുണ്ട്. ചിലപ്പം പല ജംഗ്ലികളും ആയിരിക്കും. ഒരു പിടിയും കിട്ടത്തില്ല. എവിടെ കൂടിയൊക്കെയാണ് ഇനി കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നത് വരെ നമ്മൾ പോരാടുക, നമ്മൾ സംസാരിക്കുക, നമ്മൾ പ്രതികരിക്കുക. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. പക്ഷെ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെ ഇതിന്റെ ഇടയിൽ പിടിച്ചിട്ട് ദിലീപാണ് കുറ്റക്കാരനെ നാക്കാൻ ശ്രമിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പലതും ഇങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ യഥാർത്ഥ പ്രതികൾ നൈസായിട്ട് ചറവിയങ്ങ് പോകും. അത് വിട്ടുകൊടുക്കരുത്. ഇവിടെ ദിലീപാണ് കുറ്റക്കാരനെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കണമെന്ന് തന്നെ പറയും. പക്ഷേ ദിലീപാണോ ഇവിടെ കുറ്റക്കാരൻ? ദിലീപിനെതിരെ ഒരു തെളിവ് പോലും ഇല്ലാതെയാണ് കോടതി വെറുതെ വിട്ടത്. ഞാൻ വീണ്ടും റിപ്പീറ്റിൽ പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ കാര്യം. ബാക്കിയൊന്ന് വായിക്കാം. എന്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു.
അതുപോലെ ഒന്നാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് എപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അതായത് ഓക്കെ അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് എന്തെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. അതായത് പൾസർ സുനിയുമായിട്ട് അതിജീവിതയ്ക്ക് ഒരു രീതിയിലുള്ള പരിചയവും ഇല്ലെന്നാണ് അതിജീവിത ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ മറ്റേ നമ്മുടെ എവര് പറഞ്ഞത് അങ്ങനെ അല്ലല്ല, എന്തോ പരിചയം ഉണ്ടെന്നല്ലേ മറ്റേ അവർ പറഞ്ഞു. അവർ പേരും മറന്നുമില്ല. അവർ പറഞ്ഞത് ഗോവയിലെങ്ങാണ്ട് വെച്ചിട്ട് അങ്ങനെ എങ്ങാണ്ടൊക്കെ എന്തൊക്കെയോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ വോട്ട് അവർ നിൽക്കട്ടെ, അതെനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചു. വ്യക്തിയോ അല്ല. 2016 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുൻപ് 1-2 തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു. സീരിയസ്ലി അവരുടെ മാനസിക അവസ്ഥ മാനിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എവിടെയോ തകരാറ് പോലെ. ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം. എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല. 2020 അവസാനം തന്നെ ചില അന്യമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തു വന്ന രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നത് എന്ന് പ്രോസിക്യൂഷൻ മനസ്സിലാക്കിയിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത ജഡ്ജിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നു. അതായത് ഇപ്പോ ദിലീപിനെ വെറുതെ വിട്ട ഈ വിധി പറഞ്ഞില്ലേ, ഈ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അതിജീവിത അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ലല്ലോ. അതൊക്കെ അവരുടെ നിയമത്തിന്റെ വശങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ. അതൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കൂടുന്ന കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, നിഷേധിക്കുകയായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇതിന്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട്. ഓക്കെ, അതൊന്നും നമുക്ക് നോക്കാം. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. നിയമത്തിനെ വെല്ലുവിളിച്ചും കൊണ്ടുള്ള ഒരു സെറ്റപ്പ് ടൈപ്പ് സാധനം. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോട് ചേർത്ത് പിടിക്കുന്നു. അതുപോലെ അതിശയകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക, അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് എന്ന് അതിജീവിത. ഓക്കെ, ഈ ട്രയൽ കോടതിയിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങൾ, അതായത് കോടതിയിൽ വിശ്വാസമില്ല, കോടതിയുടെ ആ ഒരു വിധിയിൽ വിശ്വാസമില്ല എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആദ്യം വിശ്വാസം ഉണ്ടല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഓക്കെ ആണെന്ന് പറഞ്ഞത് ഈ കുറെ നാറുകള് ഈ അതിജീവിത പറഞ്ഞത് ഉഡായിപ്പ് കഥയാണ്, കള്ളക്കഥയാണെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായിട്ടാണ് 6 പേരെ ശിക്ഷിച്ച കേസ് എടുത്തു പറഞ്ഞത്. അല്ലാണ്ട് കോടതി വിധിയിൽ ആൾക്ക് ഓക്കെ അല്ല. അത് ഈ പറഞ്ഞതുപോലെ ദിലീപിനെ പ്രതിയാക്കാത്തതാവാം, എന്തുമാവാം, മേ ബി. ഈ കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നുവെന്ന് പരിശോധിച്ചുവെന്നും കണ്ടെത്തി. ഓക്കെ, ഇത് 3 തവണ എന്തിനാണ് തുറന്നതെന്ന് പരിശോധിച്ചെന്ന് അവർക്ക് തന്നെ അറിയാം. അതുപോലെ തന്നെ ഒരാളുടെ പ്രൈവറ്റ് വീഡിയോ അതിങ്ങനെ ചുമ്മാ ഇടക്കിടക്ക് എടുത്ത് വെച്ച് പരിശോധിക്കുന്നതിലും അർത്ഥമില്ല. ആ നാറികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവന്മാര് തന്തയില്ലാത്തവന്മാരാണെന്ന് നാട് മൊത്തം പറയും. അവന്മാരെ പിടിച്ചകത്തിടുക, പറ്റിയ വെടിവെച്ചിടുക, എൻകൗണ്ടറും എല്ലാം ചെയ്ത് തീർത്ത് കളയേണ്ട ടീംസിനെ പിടിച്ച് അവിടെ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റി വളർത്തേണ്ട കാര്യമൊന്നുമില്ല. സത്യം പറയാം, ഞാൻ ഇപ്പോഴും പറയുക, ഇവിടെ നമ്മുടെ കേരളത്തിൽ പോട്ടെ, നമ്മുടെ രാജ്യം മൊത്തത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്. ഓക്കെ, രാജ്യത്തിൽ ഇവിടെ നിയമത്തിൽ മാറ്റം കൊണ്ടുവരണം. ഇവിടുത്തെ നിയമവ്യവസ്ഥ തന്നെ മാറണം. ഇതുപോലത്തെ തന്തയില്ലാത്ത പരിപാടി ചെയ്യുന്നവന്മാരെ സ്പോട്ടിൽ എൻകൗണ്ടർ ചെയ്യേണ്ട സെറ്റപ്പിലുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരണം. എങ്കിലേ നമ്മുടെ രാജ്യത്തിനൊരു മാറ്റം വരത്തുള്ളൂ. അല്ലാണ്ട് ഒന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല.
ഈ പൾസർ സുനിയെ പോലുള്ള ചറ്റകൾ ഇതുപോലെ ഓരോ പേക്കൂത്തുകളും കാട്ടിക്കുട്ടി അവിടെ പോയി തിന്നു മുടിക്കും. എവിടെ ജയിലിൽ പോയി കിടന്ന് തിന്നു മുടിച്ച് പള്ളയം വീർപ്പിച്ചിട്ട് അവസാനം ഇവനൊക്കെ ഇറങ്ങിപ്പോഴും. ഇതിൻ്റെ ഇടയ്ക്ക് പരോള്, ജാമ്യം, അത് ഇത് കോപ്പ് കീഴത്തെന്ന് പറഞ്ഞുകൊണ്ട് തോന്നണ പോലെ ഇവനൊക്കെ ഇറങ്ങി നടക്കും പണത്തിൻ്റെ ബലത്തിൽ. അത് തന്നെയാണ് ഈ കേസിൽ ആദ്യം എത്തിയ 2 പബ്ലിക് പ്രോസിക്യൂഷന്മാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുപരമായി പെരുമാറുന്നതുമായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു. അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതം ഉണ്ടെന്ന് തോന്നൽ ഉറപ്പായതിനാലാണ് അത്. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഞാൻ പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത്. ഓക്കെ, ഞാൻ ഒരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന് ഹർജിയുമായി ഫയൽ ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്ന് പരിഗണിക്കണം എന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു. ഇത് എൻ്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു. അതായത് ജഡ്ജിയുടെ വിധിയും ജഡ്ജി ആർക്കും ഇപ്പോൾ പിടിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാം, കോടതിയിൽ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് വിധിക്കും. പക്ഷേ ഇവിടെ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വിധി വന്നു. പക്ഷെ ഈ പൾസർ സുനിയും ഈ ബാക്കിയുള്ള തെമ്മാടി ചെറ്റകൾക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവിടെ മാറ്റം കൊണ്ടുവരണം, അവിടെയാണ് മാറ്റം വരേണ്ടത്. ഇനി മറിച്ച് ഇതിനു ശേഷം ഈ ഗൂഢാലോചന, അതായത് ഈ അതിജീവിത ഈ കോലത്തിലാക്കിയതിന് പിന്നിൽ കളിച്ച ഗൂഢാലോചന, മാസ്റ്റർ ബ്രെയിൻ ഏത് വരനാറിയാണെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഏത് വരനാർജിയാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് ചെയ്യേണ്ടത്. അത് നാളെ ദിലീപാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഖതം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് തക്കതായ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തണം. ഈ കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷയും തീർത്തും നിഷേധിക്കപ്പെട്ടായിരുന്നു. അതൊരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ഒരിക്കലും ഇതിങ്ങനെ ഓപ്പൺ ഇതായിട്ട് എടുത്തു വെച്ച് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് അതിജീവിതരായ നിങ്ങളുടെ ഐഡന്റിറ്റി അത് തന്നെയാണ്, അത് മെയിൻ ഒരു ഘടകം തന്നെയാണ്. ഇങ്ങനത്തെ ഒരു കേസ് ഒരിക്കലും ഓപ്പണായിട്ട് എടുത്തു വെച്ച് നാട്ടുകാരെ മൊത്തം വിളിച്ച് കയറ്റിയിരുത്തി വിധിക്കത്തില്ല. അത് മനസ്സിലാക്കുക. അതിനെയൊക്കെ വെല്ലുവിളിക്കുക അല്ലെങ്കിൽ അത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അത് ഇവിടുത്തെ നിയമമാണ്, ഇവിടുത്തെ രീതിയാണ്. അതൊന്നും നമുക്കൊരിക്കലും വെല്ലുവിളിച്ചുകൊണ്ട് കൈകൊട്ടി ആഘോഷിക്കാനൊന്നും പറ്റുന്ന കേസല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇങ്ങനത്തെ കേസിലൊക്കെ അങ്ങനെയാണ്. അത് നമുക്കിനിയിപ്പം ജഡ്ജിയെയും പോലീസിനെയും അല്ലെങ്കിൽ വക്കീലിനെയൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അത് മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക. So many people have inspired me to be nothing like them. Thank you for all the lessons എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അതിജീവിത ആ പോസ്റ്റ് എൻഡ് ചെയ്യുന്നുണ്ട്. ഇനി മഞ്ജു വാര്യർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് വായിക്കാം. ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്, പക്ഷെ ഇക്കാര്യത്തിൽ നീതിപൂർണമായി നടപ്പായി എന്ന് പറയാനാവില്ല. ഈ നാറികൾക്ക് കൊടുത്ത ശിക്ഷ ഓക്കെ അല്ലെന്ന് ഞാൻ പറയും. എനിക്കതിൽ യോജിപ്പില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ ഇതാരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കറക്റ്റ് കാര്യമാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. ദിലീപിനെ ചൂണ്ടിക്കാണിച്ചാണ് പറഞ്ഞതെങ്കിലും പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. യഥാർത്ഥ പ്രതികൾ, ഇതിന്റെ ഗൂഢാലോചനയുടെ പിന്നിൽ കളിച്ച പരനാറികൾ, ദ റിയൽ ഹോൾ എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും തെറ്റായ ഒരുത്തൻ, ഇതിന്റെ പിന്നിൽ കളിച്ച ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതിനാണ് ഇനി കോടതി ഉത്തരവിടേണ്ടത്. CBI അന്വേഷണമാവാം, നുണപരിശോധനകളാകാം, പലതും ആകാം. കാരണം ഇത്രയും സെൻസേഷനായ ഈ ഒരു വിഷയം ഇനി അങ്ങുമിങ്ങും തൊടാണ്ട് പോവേണ്ട ഒരു കേസല്ല. ഇതിന്റെ ദയന്റ് അറിയണം. ഈ ഗൂഢാലോചനയുടെ പിന്നിൽ കളിച്ച നാറി ആരെന്ന് കണ്ടെത്തണം. ദിലീപ് അല്ലെന്ന് കോടതി തെളിയിച്ചെങ്കിൽ പിന്നെ ആര്? അതാണ് ദ നെക്സ്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ബാക്കി വായിക്കാം. ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്, അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ. കറക്റ്റാ.
പോലീസിലും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിലുള്ള വിശ്വാസം ദൃഢമാക്കാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും, ഓരോ സ്ത്രീക്കും, ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. വളരെ നല്ല കാര്യം. അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തലയുയർത്തി പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായേ തീരൂ. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം മഞ്ജു വാര്യർ. എന്നും നമ്മളും അവൾക്കൊപ്പം തന്നെയാണ്. അവൾക്ക് നീതി ലഭിക്കട്ടെ. അതുപോലെ തന്നെ ഈ ഗൂഢാലോചന പിന്നിലുള്ള നാറിയായാലും നാർച്ചയായാലും പുറത്തു കൊണ്ടുവരണം. ജനങ്ങൾ അറിയണം. ഇത്രയും വലിയൊരു തന്തയില്ലാത്ത പരിപാടി സ്പോൺസർ ചെയ്ത് ആരെന്ന് നമ്മൾ ജനങ്ങൾ അറിയണം. അത് നമുക്ക് അറിയേണ്ട റൈറ്റ്സ് നമുക്കുണ്ട്. കാരണം ഇത്രയും വലിയ വിഷയമായ സ്ഥിതിക്ക് അത് നമ്മൾ അറിയണം. അതിന് CBI അന്വേഷണം തന്നെ തുടർന്നുണ്ടാവണം. മഞ്ജു വാര്യർ വളരെയധികം ഭയങ്കരമായിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വർഷങ്ങൾക്ക് മുന്നേ മഞ്ജു വാര്യറാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് അന്ന് ഈ ഗ്രൂപ്പിലുള്ള സാധനങ്ങൾ ഇവന്മാരുണ്ടല്ലോ, പ്രതികളായിട്ടുള്ള ഒരു നാറി പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കാം. മഞ്ജു വാര്യന് എവിടെ ഫ്ലാറ്റൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട്, കേട്ടു നോക്കാം. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും അടക്കമുള്ളവർ ചേർന്ന് ചതിച്ചതാണെന്ന് പ്രതികളിലൊരാളായ മാർട്ടിൻ ആരോപിച്ചു. പ്രതിഫലമായി മഞ്ജു വാര്യർക്ക് മുംബൈയിൽ ഫ്ളാറ്റ് കിട്ടിയെന്നാണ് മാർട്ടിന്റെ ആരോപണം. മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരുക്കിയ കെണിയത്. പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് ബോംബെയിൽ ഓക്കെ, രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിനാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി നടത്തിയൊരു ഗൂഢാലോചനയാണ് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനെ പറ്റിയിട്ട് അങ്ങോട്ട് അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നോ? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടെ അല്ലെങ്കിലും ഒരു സ്ത്രീയുടെ പ്രസൻസ് പലപ്പോഴായി പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ കുറെ എണ്ണം പറയും കാവ്യമാകാണ്, അങ്ങനെ കുറെ എണ്ണം ഇപ്പൊ പറയും. അതല്ല, ഇവിടെ വേറൊരു സ്ത്രീയുടെ പ്രസൻസ് വളരെയധികം വലുതായിട്ടുണ്ട്. ഇനി സന്ദീപ് ഇടപ്പാൾ എന്ന് പറയുന്ന റീൽസ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കോടതി പകർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമുക്ക് അത് ഫുള്ളൊന്ന് കേട്ടു നോക്കാം. ദിലീപും ഈ പറയുന്ന പൾസർ സുനിയും തമ്മിൽ വലിയ ബന്ധമായിരുന്നു. അവർ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്നുള്ളതാണല്ലോ പുറത്തുള്ള വാദം, കോടതി തള്ളിയ വാദം. ഇതിൽ 2013 എന്താണ് ആർക്കേഡിയ ഹോട്ടലിൽ സൗണ്ട് തോമ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് വെച്ചിട്ടാണ് പൾസർ സുനിയും അതുപോലെ ദിലീപും ചർച്ചകൾ നടത്തിയത് എന്നുള്ളതാണ് വാദം. ഈ വാദത്തെ പൊളിച്ചത് എങ്ങനെ പൊളിഞ്ഞിറങ്ങി? ഇതിൽ പ്രത്യേകം പറയേണ്ട ഒരു വ്യക്തിയുടെ പേരുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള പൗലോസ് സാർ. ഇദ്ദേഹമാണ് ഒരു പക്ഷെ ബാലിഷമായിട്ടുള്ള ഒരുപാട് തെളിവുകളുമായിട്ട് ദിലീപിനെ കൊടുക്കാൻ കോടതിയിൽ സമീപിച്ചത് എന്നുള്ളതാണ്. ആർക്കേഡിയ ഹോട്ടലിലായിരുന്നു സൗണ്ട് തോമ സമയത്ത് നമ്മുടെ ദിലീപ് അതുപോലെ മുകേഷ് ഒക്കെ താമസിച്ചിരുന്നത്. എന്നാൽ ഈ സ്ഥലത്ത് പൾസർ സുനി എന്ന് പറയുന്ന മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്ന വ്യക്തി താമസിച്ചിട്ടില്ല എന്ന് കോടതിയിൽ തെളിഞ്ഞു എന്നുള്ളതാണ്. 2013 ആർക്കേഡിയ ഹോട്ടലിൽ വെച്ച് നടന്ന ഒരു ബഹളം അല്ലെങ്കിൽ ഒരു വലിയ കച്ചറ, ഈ കച്ചറ പൾസർ സുനി ഇടപെടലുകൾ നടത്തിയിട്ട് പരിഹരിച്ചു കൊടുത്തു. അത് കണ്ട് ഇഷ്ടപ്പെട്ട ദിലീപ് പൾസർ സുനിയുമായിട്ട് ബന്ധം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ബഹളം ഉണ്ടായപ്പോൾ അത് പരിഹരിച്ച പൾസർ സുനിക്ക് 650 ഉലുവയാണ് കൊടുത്തത് എന്നുള്ളതാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. അതായത് ഈ പ്രശ്ന പരിഹാരത്തിന് അയാൾ സാമ്പത്തികമായിട്ട് ദിലീപിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ദിലീപിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നും പണം വാങ്ങി എന്നുള്ളതാണ്. ഇപ്പൊ ബന്ധം മൂർച്ഛിച്ചല്ലോ, അതിന് രേഖകളുണ്ട്, സ്ലിപ്പ് ഉണ്ട് പണം വാങ്ങിയതിന്റെ. അതുകൂടാതെ തന്നെ സുനിയുടെ കൂടെയുള്ള കുറച്ച് ഗുണ്ടകൾക്ക് കൂടി ഇത്തരത്തിൽ ഫണ്ട് കൊടുത്തു എന്ന് പറയുന്നത്. ഓക്കെ, 500 രൂപയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കോടതിയിലെത്തിയപ്പോൾ കോടതി ചോദിക്കുകയാണ്, എന്താണ് പൗലോസ് ഇതൊക്കെ എന്നുള്ളത്. അതെന്താണ് വ്യക്തമായി തരാം. സൗണ്ട് തോമ എന്ന സിനിമയിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ ആർട്ടിസ്റ്റുകളിൽ ഒരാളുടെ പേര് സുനി എന്നാണ്. ഈ സുനി എന്ന് പറയുന്ന വ്യക്തിക്ക് 650 രൂപ ഡെയിലി വേജസിനാണ് അവർ പണിയെടുക്കുന്നത്. ആ സുനി എന്ന് പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റിന് 650 രൂപ കൊടുത്തിരുന്നു. ബാക്കിയുള്ള ഗുണ്ടകളായി സിനിമയിൽ അഭിനയിച്ച ആളുകൾക്ക് കൊടുത്ത റെസിപ്റ്റുകളൊക്കെ പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നതാണ്. പോലീസുകാരുടെ ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ദിലീപുമായിട്ടുള്ള കണക്ഷനാണ് എന്നും ദിലീപിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയെന്നും ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് കൂട്ടുനിന്നതുകൊണ്ട് കൂടെ കൂട്ടിയെന്നും ഈ സമയത്ത് ഇയാൾ ഉപയോഗിച്ചുകൊണ്ട് നടി ആക്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. 2013 കമ്പനിയാകുന്നു, 2017 ഈ ഒരു കൊട്ടേഷൻ കൊടുക്കുന്നു. അടിപൊളിയല്ലേ? എന്നാൽ ഈ വാദങ്ങളൊക്കെ പൊളിയുന്നത് എവിടെ വെച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് മാൻ ആണ് എല്ലാ കാര്യങ്ങളും പൊളിച്ചടക്കിയത്. അയാൾ കോടതിയിൽ ഒരു 164 മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളതാണ്. ഞാൻ മുകേഷിന്റെ മേക്കപ്പ് മാൻ ആണ്, അതുപോലെ തന്നെ പൾസർ സുനി മുകേഷിന്റെ ഡ്രൈവറാണ്, ആള് ഇടയ്ക്കിടയ്ക്ക് എന്റെ മുറിയിൽ വന്ന് താമസിക്കുമായിരുന്നു എന്നുള്ളത്. ഇതുകൂടി കിട്ടിയപ്പോൾ പോലീസുകാർക്ക് എളുപ്പമായി. കാരണം മുകേഷിന്റെ മേക്കപ്പ് മാൻ പറയുന്നു പൾസർ സുനി എന്റെ മുറിയിൽ വന്നിരുന്ന് നിൽക്കാറുണ്ട്, മുകേഷുമായിട്ട് കമ്പനിയുണ്ട്, മുകേഷും ദിലീപും ഒരേ ആർക്കേഡിയ എന്ന ഹോട്ടലാണ് താമസിച്ചിരുന്നത്, അപ്പോൾ പൾസർ സുനി ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ആയില്ലേ എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകും കേട്ടോ. പക്ഷേ ഈ പുരുഷോത്തമൻ തന്നെ പിന്നീട് ഈ മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ വന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇയാൾ മേക്കപ്പ് മാൻ ആണ് എന്ന് പറഞ്ഞു തന്നെ വലിയ നുണയായിരുന്നു എന്നുള്ളതാണ്. ഈ സിനിമയിൽ ഇങ്ങനെ ഒരു മേക്കപ്പ് മാൻ തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഞാൻ കൂട്ടുക, സിനിമയിലെ മേക്കപ്പ് മാന്റെ സഹായിയാണ് എന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ പോലും മുകേഷിന്റെ മേക്കപ്പ് മാൻ ആണെന്ന് പറയോ? ഇല്ല. ഒന്നാമത്തെ വാദം പറഞ്ഞു. ഇനി രണ്ടാമത്തെ വാദം, പൾസർ സുനി എന്റെ കൂടെ ആകെ 7 മാസമായിരുന്നു ഡ്രൈവറായിട്ട് പണിക്ക് വന്നത് എന്ന് മുകേഷ് പറയുന്നു. അയാളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അയാളെ എടുത്തു ദൂരെ കളഞ്ഞാണെന്ന് പറയുന്നു. ഈ ഒരു കാലയളവിലാണ് പുരുഷോത്തമൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്
ഇയാൾ എന്റെ മുറിയിൽ വന്നിരുന്നു എന്നുള്ളത്. ആ സമയത്ത് മുകേഷുമായിട്ട് ഇയാൾക്ക് ബന്ധമില്ലായിരുന്നു എന്ന് അപ്പോൾ തന്നെ പൊളിഞ്ഞു എന്നുള്ളതാണ്. കോടതി കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ നിർത്തി കുറിച്ചു എന്നുള്ളതാണ്. ഇനി ഇവർ പറഞ്ഞ മറ്റൊരു വലിയ നുണ, 2013 ഒരു ചെറിയ കച്ചറ ഉണ്ടാകുന്നു, കച്ചറ പരിഹരിക്കുന്നത് ആരാണ്? സുനിയാണല്ലേ. എന്നാൽ അങ്ങനെ ഒരു കച്ചറ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആ കച്ചറ അല്ലെങ്കിൽ ആ ബഹളം പരിഹരിച്ചത് അവിടെയുള്ള ലോക്കൽ പോലീസാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന് ഇത് പോലീസുകാരാണ് പരിഹരിച്ചത് എന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അതല്ല അവിടെ പറഞ്ഞത്. സുനി പരിഹരിച്ചു, സുനിയെ ഇഷ്ടപ്പെട്ട് ദിലീപ് കൂടെ കൂട്ടി കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളത് എല്ലാം ഒറ്റയടിക്ക് പൊളിയാണ് കേട്ടോ. അതായത് ജയിലിൽ വെച്ച് സുനിയെ കൊണ്ട് കൃത്യമായി ഉണ്ടാക്കിയെടുത്ത ഒരു കഥയാണ് ഇത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങൾ ദിലീപിനെ അങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകൾ കണ്ടുകൊണ്ടാണ് ആൾ കുറിച്ചത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിരുന്നു. ഇത് കോടതി അങ്ങ് വെറുതെ പറയുന്നതല്ല, കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത്. അപ്പോൾ ഒന്നാമത് ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി എന്ന് പറഞ്ഞത് തന്നെ വലിയ നുണ. ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് അഖിൽമാരാർ പറഞ്ഞതുപോലെ തന്നെ കോടതിയും അത് തെളിയിക്കുന്നു എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത ബാലിഷമായിട്ടുള്ള കെട്ടിച്ചമച്ച ഈ തെളിവുകൾ കോടതിക്ക് മുന്നാകെ തോറ്റു തന്നെ മടി. അപ്പോൾ രണ്ട് കാര്യം പൊളിഞ്ഞ്, ഒന്ന് ഈ പുരുഷോത്തമൻ പറഞ്ഞ വാദങ്ങൾ, അയാൾ കൊടുത്ത മൊഴികൾ അത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. പൾസർ സുനിയൻ മുകേഷ് ഒഴിവാക്കിയതിനു ശേഷമാണ് ആളുമായിട്ട് ഒരു കമ്പനി ആവുന്നത്, അങ്ങോട്ട് വരുന്നത്. അയാളെ പോലും പുരുഷോത്തമൻ റൂമിൽ കള്ളുപിടിച്ച് വന്നതിന്റെ ഭാഗമായിട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ പുരുഷോത്തമൻ മുകേഷിന്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ ആണെന്ന് പറയുന്നത് നുണയാണ്. ആ സിനിമയിൽ പുരുഷോത്തമൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ക്യാരക്ടർ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നും നമുക്കറിയാൻ കഴിയും. കാരണം സിനിമയിൽ എഴുതി കാണിക്കുന്ന ടൈറ്റിൽ കാർഡിലോ എൻഡ് കാർഡിലോ കാണാനില്ല അയാളുടെ പേര് എന്നുള്ളതാണ്. മുകേഷും ദിലീപും ആർക്കേഡിയ എന്ന ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ദിലീപ് എന്നും അവിടെ താമസിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അയാൾ സ്വന്തം വീട്ടിലായിരുന്നു പലപ്പോഴും താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പൾസർ സോനിക്ക് റൂം ഉണ്ടായിരുന്നില്ല എന്ന് ആ ഹോട്ടലുകളിലെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അവിടുത്തെ ജീവനക്കാരും അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു പൾസർ സോനി എന്ന് നിങ്ങൾ അതിൽ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾ പേഴ്സണൽ യാത്രകൾക്ക് മാത്രമേ ഡ്രൈവർ വെച്ചിരുന്നുള്ളൂ. സിനിമ ഷൂട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് യൂണിറ്റ് വാഹനത്തിലായിരുന്നു യാത്ര എന്നുള്ളതാണ്. അതുകൊണ്ട് പൾസർ സോനിയെ എന്നോ ഒഴിവാക്കിയതിന് ശേഷം നടന്ന ഒരു കാര്യം പോലീസുകാർ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത കഥകളാണ് എന്ന് അവിടെ പൊളിയാണ്. ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പുറത്ത് പറഞ്ഞത് തന്നെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തർക്കം ഉണ്ടായപ്പോൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പൾസർ സുനിക്ക് 650 രൂപ കൊടുത്തത്. വിത്ത് എവിഡൻസ്, വിത്ത് റെസിപ്റ്റ്, കൂടെ നിന്ന ഗുണ്ടകൾക്കൊക്കെ 500 രൂപയും 600 രൂപ വെച്ചിട്ട് അതിലും കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ഗുണ്ടകളാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇത് തന്നെ കോടതിയുടെ മുന്നിൽ എത്തിച്ചപ്പോൾ ആൾ കുടുങ്ങിപ്പോയി. നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കോടതി, പോലീസുകാരാ നിങ്ങൾ ഇത് അന്വേഷിച്ചിരുന്നു, ഇവർക്ക് എവിടെ നിന്ന് ഈ പണം കിട്ടി, എന്തിന് കിട്ടിയെന്ന് അന്വേഷിച്ചിരുന്നു എന്നുള്ളത്. അത് തലതാഴ്ത്തിരിക്കുന്നത് കാരണം എന്താണെന്നറിയോ? കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല. ഇവിടെ സിനിമയിൽ അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ഒരാളുടെ പേര് സുനി എന്നായിരുന്നു. അയാൾക്ക് 650 രൂപ സിനിമയിൽ അഭിനയിച്ചതിന് കൊടുത്തിരുന്നു. സുനി എന്ന് കേട്ടപ്പോഴേക്കും ഈ ഒരു കഥ അങ്ങ് കണക്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ദിലീപിനെ കൊടുക്കാമെന്ന ലക്ഷ്യത്തോട് കൂടി ചെയ്താവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 1 രൂപ പോലും ദിലീപിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ആർക്കും വാങ്ങേണ്ട ആവശ്യമില്ല ഈ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ. കാരണം ഈ ജഡ്ജ്മെന്റ് എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ തന്നെയാണ് പാളിച്ചുകൾ പറ്റിയിട്ടുള്ളത്. ദിലീപുമായിട്ടുള്ള കണക്ഷൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ സംഭവിച്ചത്? പോലീസുകാർ പരിഹരിച്ച ഒരു വിഷയം പൾസർ സുനി പരിഹരിച്ചിരുന്ന ഒരു പോലീസുകാരൻ തന്നെ എഴുതി പിടിപ്പിച്ചെങ്കിൽ എന്താ അവസ്ഥ? രണ്ടാമത്തെ കാര്യം, ഈ പുരുഷോത്തമൻ എന്ന് പറയുന്ന വ്യക്തി മുകേഷ് തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പൾസർ സുനിയെ മുകേഷ് എന്ന് ഒഴിവാക്കിയിരുന്നു. പല കാര്യങ്ങളുണ്ട്. ദിലീപിലേക്ക് ഇതിൽ ഏത് കാര്യമാണ് കണക്ട് ചെയ്തത്? അല്ലെങ്കിൽ സൗണ്ട് തോമസ് സിനിമയുടെ ഇടയിൽ ഇവർ ഒരുമിച്ച് ഇരുന്ന് വർത്താനം പറയുന്ന തെളിവുകൾ വേണം അല്ലെ? അങ്ങനെ ഒരു തെളിവും കൊടുക്കാൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല. അവരുണ്ടാക്കിയ തെളിവുകളെല്ലാം വ്യാജമായിരുന്നു എന്നുള്ളത് കോടതി തന്നെ തെളിയിക്കുന്നു. ഇനി നിങ്ങൾ പറ, ആരുടെ ഭാഗത്താണ് തെറ്റ്? ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു. നടിക്ക്, ഇരയാക്കപ്പെട്ട ആ സ്ത്രീക്ക് അവർക്ക് നീതി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ പൾസർ സുനി മാത്രമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ പോലീസുകാർ വീണ്ടും അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിപ്പോൾ ഒരു സ്റ്റാൻഡേ ഉള്ളൂ, CBI കൊണ്ട് കേസ് അന്വേഷിപ്പിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ഇവിടെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ദിലീപിനെ എന്തുകൊണ്ട് ഇങ്ങനെ ക്രൂശിച്ചു എന്നുള്ളതും കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കറക്റ്റാ സന്ദീപ് പറഞ്ഞിട്ടുള്ള കറക്റ്റാ. എനിക്ക് ഈ നിലപാട് തന്നെയാണ്. യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ഇനി എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഞാൻ ആ കമന്റ് ഫുള്ളൊന്ന് വായിക്കാം. അതിൽ നിങ്ങൾ വിധി വായിച്ചോ, വായിച്ചിട്ട് പറയുക, അതാണ് നല്ലത്. ഇവിടെ പോലീസ് കൊണ്ടുവന്നത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന്, ചിലത് സ്നേഹിച്ചിട്ടില്ല എന്ന് ബൈജു പൗലോസ് തന്നെ കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. അതിന് കോടതി വഴക്ക് പറയുന്നത് നാണമില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. ആ വിധിയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. സൗണ്ട് തോമസ് സമയം കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ ആ ഹോട്ടലിൽ ദിലീപ് താമസിച്ചിട്ടില്ല. പിന്നെ ആ സമയം മുകേഷിന്റെ ഡ്രൈവർ എന്നാണ് പോലീസ് പിന്നെ പറയുന്നത്. പക്ഷേ പ്രൊഡക്ഷൻ തന്ന വണ്ടികളിൽ മാത്രമേ അവരുടെ ഡ്രൈവറാണ് ആ സമയങ്ങളിൽ വണ്ടി ഓടിച്ചത്. പിന്നെ ഉള്ളത് അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് പരിഹരിച്ചത് സുനി ആണെന്ന് ആണ്. അടുത്തത് അതിനു വേണ്ടി പേയ്മെന്റ് കൊടുത്ത വൗച്ചർ പോലീസ് ഹാജരാക്കിയിട്ടുണ്ട്. 57ാമത്തെ വൗച്ചറാണ് അത്. സുനിൽകുമാർ ഗുണ്ട 650 രൂപ എന്നാണ് ആ വൗച്ചറിൽ ഉള്ളത്. പക്ഷേ ദിലീപിന്റെ വക്കീൽ 56 വൗച്ചർ, 58, 59 വൗച്ചർ കോടതിയിൽ ഹാജരാക്കി. അതിലുള്ളത് ബസിന് ഗുണ്ട 1500, പിന്നെ ബസ്റ്റിൻ ഗുണ്ട 1500, പിന്നെ വേറെ ഒരാളുടെ പേരും അത് ആ സിനിമയിൽ ഗുണ്ടയായി അഭിനയിച്ചവർക്ക് കൊടുത്ത പേയ്മെന്റ് ആണ് എന്നും അതിൽ ഒരു സുനിൽകുമാർ ആർട്ടിസ്റ്റായ ആൾക്ക് കൊടുത്ത പേയ്മെന്റ് ആയിരുന്നു എന്നും തെളിഞ്ഞു.
അപ്പോൾ ബൈജു പൗലോസ് പറഞ്ഞത് അത് അന്വേഷിച്ചിട്ടില്ല എന്നാണ്. അപ്പോഴാണ് കോടതി നിങ്ങൾക്ക് ഇത് പറയാൻ നാണമുണ്ടോ എന്ന് ആണ് ചോദിക്കുന്നത്. ഇതിൽ തന്നെ പറഞ്ഞ 3 കാര്യങ്ങൾ ഫേക്ക് എന്ന് തെളിയുന്നു. ബാക്കി പോകെ അറിയാം. ആദ്യം വിധി വായിക്ക്, എന്നിട്ട് റിവ്യൂ ചെയ്യും. അപ്പോൾ സൂപ്പറായിരിക്കും. കുറെ കോമഡി ഉണ്ട്. അതായത് വിധി ഞാൻ കുറേയൊക്കെ വായിച്ച സമയത്ത് സത്യം പറഞ്ഞ പോലെ ഈ ഉടായ്പകളെല്ലാം അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ്ടൊക്കെ. അപ്പം പറഞ്ഞല്ലേ ഇപ്പം പറയുന്നത്, പിന്നെ പറഞ്ഞല്ലേ അപ്പം പറയുന്നത്, അങ്ങനെ മാറ്റിയും തിരിച്ചും മറിച്ചുമാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. എല്ലാം ഒരു കോമഡി തന്നെയാണ്. ഇനി ഞാൻ ഇപ്പോഴും ഉറച്ചു നിന്ന് പറയുന്നുണ്ട്, അതിജീവിതയ്ക്ക് നീതി കിട്ടണം. കാരണം ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയത് 6 നാറികൾക്ക് ശിക്ഷ കിട്ടി, അതും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഇതിന്റെ ഗൂഢാലോചനയുടെ പിന്നിൽ അത് ജംഗ്ലികളായാലും അതിനെല്ലാം തൂക്കണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ കൊടുക്കാം. അതായത് ബസ്സിൽ നമ്മുടെ ദിലീപിന്റെ പറക്കം തളിക സിനിമ ഇട്ടപ്പം ഒരു ചേച്ചിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ചേച്ചിയാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കേസ്, ഈ അതിജീവിതയുടെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി ഓടി നടന്ന് ഫോട്ടോയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. എൻ്റെ പൊന്നേച്ചി, ഇതൊന്നും ആരും കാണൂലേ? ഇനി കണ്ടിട്ട് ഇവർക്കെതിരെയൊന്നും ആരും കേസെടുക്കൂലേ? നമ്മളെ പോലുള്ളവരെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ അപ്പം പിടിച്ചാത്തിടും. ഇതാണ് അവസ്ഥ. ഇനി ബസ്സിൻ്റെ അകത്ത് നടന്ന ആടിയും പഴക്കം നമുക്കൊന്ന് കണ്ടു നോക്കാം. നിർബന്ധമായിട്ട് നമ്മൾ സിനിമ കാണുന്നത് All the best for your dream project, Mr. Dixon. അതെ, ഒത്തിരി പേരുണ്ടാവും. ഇവിടുത്തെ വിഷയം എന്താ? ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഞങ്ങളുടെ വനിതകൾക്ക് ഈ സിനിമ കാണാൻ അതിനകത്ത് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. പറഞ്ഞാരാ? ഇവിടെ ഞാൻ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് വന്ന് പറഞ്ഞത്. വനിതകളോടെല്ലാം ഞാൻ ചോദിച്ചിട്ടാ പറഞ്ഞത്. നിങ്ങൾ കൂടുതലായിരിക്കും മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി. ദിലീപിന്റെ ആളാകാൻ നോക്കണ്ട, ദിലീപിനെ പോലാകാൻ നോക്കണ്ട കേട്ടോ. കോടതി വിധി പലതും ഇവിടെ വന്നിട്ടുണ്ട്. ആ പല വിധികളും വന്നിട്ടുണ്ട്. അതെ, ഇതൊരു കോടതി ആയിട്ടുള്ളൂ. ഇതിനപ്പുറം വേറെ കോടതി ഇഷ്ടം പോലെ ഉണ്ട്. പല കോടതികളുണ്ട്. ഇത് താഴത്തെ കോടതി മാത്രം. ആരും എന്ത് പറഞ്ഞാലും ഇവിടെ ഈ സിനിമ കാണാൻ വയ്യ. മുള്ളത്തെ കോടതി പോയാലും ഒരു തെളിവില്ലാണ്ട് എങ്ങനെയാടാ ദിലീപിനെ ശിക്ഷിക്കും? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനത്തെ നഷ്ടപ്പെട്ടു പോയ ആ ദിനങ്ങൾ ഏറ്റുവാങ്ങിയ മാനഹാനി ഇതിനെല്ലാം ആരുത്തരം പറയും? അറിയാൻ പാടില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. പിന്നെ ഈ ചേച്ചി ബസ്സിൻ്റെ അകത്ത് കിടന്ന് അങ്ങോട്ട് വലിയ വായ്ത്താളടിക്കുകയാണ്. ദിലീപിന്റെ പടം ബസ്സിൻ്റെ അകത്ത് ഇട്ടപ്പോൾ ചേച്ചിക്ക് കുരു പൊട്ടി. അത്രയ്ക്കും പൊട്ടയാണെങ്കിൽ ചേച്ചി ഇറങ്ങി വെളിയിൽ പോയെന്നേ. സിനിമയും കാണണ്ടൊരു കോപ്പം കാണണ്ടേ? നിങ്ങൾ സിനിമ കാണാനാ ബസ്സിൽ കയറിയിരിക്കണം, അല്ലെങ്കിൽ വെളിയിൽ നോക്കിക്കൊണ്ടിരിക്കണം. ദിലീപിന്റെ സിനിമയിട്ടാ കാണാൻ പറ്റൂല. നിങ്ങൾ ആരുവാ? അയ്യോ, ഇതൊക്കെ ഒരുമാതിരി ഓവർ പട്ടിപ്രകസനം ഉള്ള കാര്യം പറയാലോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ വേണ്ടി പുതിയ വീഡിയോ ആയിട്ടാണ്.